ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഇങ്ങനെ എല്ലാ വിവരങ്ങളും സുഭാർഷൻ മുഖാന്തരമാണ് എനിക്കു കിട്ടിയത്. അന്ന് അതെല്ലാം കേട്ടിട്ടും എനിക്ക് യാതൊരു പരാക്രമവും തോന്നിയതുമില്ല. അല്ലെങ്കിൽ ചിറകില്ലാത്ത ഞാൻ എന്തിനാണ് ഒരുങ്ങുക? എനിക്ക് എന്തൊന്നിനാണ് സാധിക്കുക? ബുദ്ധിയും വാക്കും അല്ലാതെ മറ്റൊന്നുകൊണ്ടും എനിക്കിന്ന് ആരെയും സഹായിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. വാനരപ്രമുഖന്മാരെ, ഇവയെ കൊണ്ട് ഏതൊരിഷ്ടവും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. ശ്രീരാമചന്ദ്രൻ്റെ കാര്യം എൻ്റെ കാര്യമാണ്. കപിരാജാവ് സുഗ്രീവൻ തിരഞ്ഞയച്ച നിങ്ങൾ എല്ലാവരും ബുദ്ധിശാലികളും അതിശക്തന്മാരും പൗരുഷം കൊണ്ട് ദേവന്മാർക്ക് കൂടി അജയ്യരുമാണെന്ന് മനസ്സിലായി. കഴുകത്തൂവലുള്ള ശ്രീരാമബാണങ്ങൾ മുപ്പാരിലും നിഗ്രഹാനുഗ്രഹങ്ങൾ ഏകുവാൻ പോരുന്നവയുമാണെന്ന് എനിക്കറിയാം. അസുരചക്രവർത്തിയായ ദശാനനൻ ഉഗ്രബലശാലിയോ ഘോര പരാക്രമിയോ ആകട്ടെ, മിടുക്കന്മാരായ നിങ്ങൾക്ക് യാതൊന്നിനും യാതൊരു വിഷമവും ഒരിക്കലും വരുന്നതല്ല. അതുകൊണ്ട് ഒട്ടും താമസിക്കാതെ വേണ്ടത് ആലോചിച്ച് ഉറയ്ക്കുവിൻ. നിങ്ങളെപ്പോലെ ബുദ്ധിശാലികൾക്ക് കർമ്മത്തിൽ അമാന്തം വരുവാൻ പാടില്ല. സ്നാനം ചെയ്ത് യഥാവിധി ഉദകക്രിയകളേകി കഴിഞ്ഞ വൃത്രരാജാവിൻ്റെ ചുറ്റുപാടും ഗിരിദുർഗത്തിൽ വാനരവര്യന്മാർ അണിനിരന്നിരുന്നു. യുവരാജ അംഗദനോട് ഏറ്റവും സന്തോഷത്തോടും വിശ്വാസത്തോടും കൂടി സാമ്പാതി തുടർന്നു. ഹരിവീരന്മാരായ സുഹൃത്തുക്കളെ, സീതാദേവിയെ സംബന്ധിച്ച ചരിത്രം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് പറയാം. നിശബ്ദരായി നിശ്ചലരായി ഇരുന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. പണ്ട് സൂര്യരശ്മി തട്ടി ചിറകുവെന്ത് ഈ വിന്ധ്യാടവിയിൽ ഞാൻ വീണുവല്ലോ. 6 ദിവസം തൻ്റെടമില്ലാതെ ഞാൻ കിടന്നു. ഭയദുഃഖങ്ങളാൽ മൂർച്ഛിച്ചു കിടന്നിരുന്ന ഞാൻ പിന്നീട് കൺമീഴിച്ചു നോക്കി. ഒന്നും വ്യക്തമായില്ല, ദിക്ക് മനസ്സിലായില്ല. ക്രമത്തിൽ ഓരോന്നോരോന്നായി സ്മൃതിമണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ആഴി, ശൈലം, പുഴ, പൊയ്ക, അരണ്യം, ഈ സമുദ്രതീരം എല്ലാം എനിക്ക് മനസ്സിലായി. സന്തുഷ്ട പക്ഷിഗണങ്ങളാൽ പരിസേവിതവും അനേക ഗുഹകളോടുകൂടിയ ഉത്തംക ശൃംഖവും കണ്ടപ്പോൾ ദക്ഷിണ സമുദ്രതീരത്തിലെ വിന്ധ്യമാമലയാണെന്ന് തീർച്ചയായി. ഇവിടെ ദേവന്മാർ കൂടി പൂജിക്കുന്നൊരു ആശ്രമവും അത്യുഗ്ര തപസ്യർന്ന നിശാകരൻ എന്നൊരു മാമുനിയും ഉണ്ടായിരുന്നു. മഹാനുഭാവനായ നിശാകര മഹർഷീന്ദ്രൻ വിണ്ണേറിയിട്ട് 8000 വർഷങ്ങളായി. ഞാൻ ഇവിടെ തന്നെ വസിക്കുകയാണ്. വിന്ധ്യാചല ശൃംഗാഗ്രത്തിൽ നിന്ന് വിഷമിച്ച് പതുക്കെ പതുക്കെ ഞാൻ ഇറങ്ങിത്തുടങ്ങി. കൂർത്തുമൂർത്ത ദർഭപുല്ലുകൾ നിറഞ്ഞ പ്രദേശത്തിലെത്തിയ ഞാൻ വേദന കൊണ്ട് പുളഞ്ഞു. ആ സിദ്ധതാപസനെ കാണാനാണ് കഷ്ടപ്പെട്ട് ഞാൻ പോയത്. ജടായുവും ഞാനും യതീന്ദ്ര സവിധത്തിൽ പോകാറുണ്ടായിരുന്നു. നിശാകര മാമുനീശ്വരൻ്റെ ആശ്രമ സമീപം മുഴുവൻ സുഗന്ധപൂരിതമായ കാറ്റടിക്കും. മരങ്ങൾ പൂക്കാതെയും കായ്ക്കാതെയും കാണുകയില്ല. ആ പുണ്യാശ്രമം സമീപത്തിൽ ഉള്ളൊരു വൃക്ഷച്ചുവട്ടിൽ ഞാൻ പതുക്കെ പതുക്കെ ചെന്നു ചേർന്നു. ഭഗവാൻ നിശാകര ഋഷിയെ കാണുവാൻ ഉഴറി കാത്തുനിൽപ്പായി. അത്യുജ്വല തേജസ്സുള്ള മഹർഷി സത്തമനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ടു. സ്നാനം ചെയ്ത് വടക്കോട്ട് വരുന്ന ഉഗ്ര തപോനിധിയെ ചുഴന്ന് പുലി, സിംഹം, ആൾക്കരടി, ഉഗ്രസർപ്പം തുടങ്ങിയ ഘോരമൃഗങ്ങൾ ഉണ്ടായിരുന്നു. പ്രാണികൾ വിധാതാവിനെ അനുഗമിക്കുന്നത് പോലെയാണ് വന്യമൃഗങ്ങൾ അകമ്പടി സേവിച്ചിരുന്നത്. മഹർഷീന്ദ്രൻ ആശ്രമത്തിലേക്ക് കടന്നപ്പോൾ മഹാരാജാവിനെ അരമനയിലാക്കിയ വൻപട പോലെ ആ ഘോരമൃഗങ്ങളെല്ലാം മടങ്ങി. എന്നെ കണ്ട യതീശ്വരൻ പർണശാലയുടെ അകത്ത് പോയി പെട്ടെന്ന് തിരിച്ചു വന്ന് ചോദിച്ചു. തൂവലുകളെല്ലാം പോയപ്പോൾ പെട്ടെന്ന് അറിഞ്ഞില്ല. അഗ്നിയിൽ വീണുവോ? എന്താണിങ്ങനെ വെന്തത്? ദേഹത്തിൽ മുഴുവൻ വ്രണങ്ങൾ കാണുന്നുവല്ലോ. വായുമേഘം എന്ന 2 ഗൃത്രവരന്മാരെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട്. കാമരൂപികളും കൂടിയായ നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണല്ലോ. നീ ജ്യേഷ്ഠനായ സാമ്പാതി, അനുജൻ ജടായുസ്, നിങ്ങൾ മനുഷ്യ ശരീരം എടുത്തു വന്ന് എൻ്റെ കാൽക്കൽ നമസ്കരിച്ചിട്ടുണ്ട്. നിനക്ക് എന്താണ് രോഗമുണ്ടായത്? ചിറക് ഇത്തരത്തിൽ അറ്റുപോയതെങ്ങനെ? ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചുവോ? എല്ലാം വിശദമായി പറയൂ. ഞാൻ എൻ്റെ സാഹസയാത്ര സൂര്യഭഗവാന്റെ സമീപത്തേക്ക് പോയത് മുനീന്ദ്രനോട് ഉടനെ പറഞ്ഞു. വിലാപത്തോടെ തുടർന്നു. ഭഗവാനെ, ദേഹമാസകലം വ്രണവും ഹൃദയം നിറയെ ലജ്ജയുമുള്ള ഞാൻ മറുപടി പറയുവാൻ പോലും അശക്തനാണ്. ശക്തി കൊണ്ട് മതമാർന്നിരുന്ന ജടായുവും ഞാനും കൈലാസത്തിലെ മാമുനിമാർ കാൺകെ ഒരു മത്സരം വെച്ചു. പരാക്രമം പരീക്ഷിക്കുവാൻ ആകാശത്തിലേക്ക് പറന്നു. അസ്തമനാദ്രി വരെ സൂര്യനെ പിന്തുടരണം എന്നായിരുന്നു ആഗ്രഹം. ഒരുമിച്ച് പറന്നുയരുന്ന ഞങ്ങൾ ഭൂമിയിലെ വൻ നഗരങ്ങളെ കണ്ടത് തേർചക്രത്തിൻ്റെ വലുപ്പത്തിലാണ്. ചിലയിടത്തു നിന്ന്
വാദ്യഘോഷങ്ങളും മറ്റു ചിലയിടത്തു നിന്ന് വേദഘോഷങ്ങളും കേൾക്കാം. രക്തവർണ്ണാംബരധാരികളായി പാടുന്ന അനേകം നാരീരത്നങ്ങളെയും കാണുകയുണ്ടായി. അതിവേഗത്തിൽ പറന്ന് സൂര്യമാർഗത്തിലെത്തിയ ഞങ്ങൾക്ക് മഹാരണ്യങ്ങൾ പച്ചപ്പുൽ മൈതാനങ്ങളെപ്പോലെ തോന്നിയുള്ളൂ. മഹാദ്രികൾ ഭൂമിയിൽ പതിച്ചിട്ട വലിയ കല്ലുകളായും വൻ നദികൾ നൂലോട്ടിയിട്ടതുപോലെയും കണ്ടു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.